എല്ലാവർക്കും നമസ്കാരം. വിഷയം കിച്ചു തന്നെയാണ്. കിച്ചുവിനെക്കുറിച്ച് അച്ഛൻ അങ്ങനെ അവസാനം ആ മഹാപരാധം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കിച്ചു ചെയ്ത ആ വലിയ തെറ്റ് അതെന്താണെന്ന് അച്ഛൻ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അച്ഛൻ പറഞ്ഞതെന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അച്ഛൻ ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടിയുമായിട്ടാണ് ഇന്ന് എൻ്റെ വീഡിയോ. അതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുള്ളത്. അച്ഛോ, സഹതാപം തോന്നുന്നുണ്ട് അച്ഛൻ്റെ അവസ്ഥയെ ഓർത്തിട്ട്. അച്ഛൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒന്നടങ്കം എന്നെ പിച്ച് കയറുന്നു. അതിനാരാച്ചോ വഴിയൊരുക്കിയത്? കിച്ചുവാണോ? കിച്ചു ഇന്നേ വരെ, ഈ നാളിതുവരെ, കഴിഞ്ഞ 2-2.5 വർഷമായിട്ട് അച്ഛനോട് എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? കുറച്ച് ആൾക്കാരെങ്കിലും എൻ്റെ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിക്കുമായിരിക്കും, നീ ആരാ കിച്ചുവിന് വേണ്ടി സംസാരിക്കാനെന്ന്. ഞാനെന്നല്ല, സഹോദരങ്ങളെ സ്നേഹിക്കുന്ന ഏതൊരാളും അവന് വേണ്ടി സംസാരിക്കും. സത്യം മനസ്സിലാക്കുന്ന ഏതൊരാളും അവന് വേണ്ടി സംസാരിക്കും. അച്ഛൻ ആ വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, ഞാൻ ആ വീഡിയോ വയ്ക്കാം. വീഡിയോക്കകത്ത് പറയുന്നുണ്ട്, കുറേ വ്ളോഗർമാരാണ് കിച്ചുവിനെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. ആരാച്ചോ വ്ളോഗർമാർ? ഒന്ന് പേര് പറയാമോ? അച്ഛന് ധൈര്യം ഉണ്ടെങ്കിൽ ആ വ്ളോഗർമാരുടെ പേര് പറയും. ആരാണ് കിച്ചുവിൻ്റെ കൂടെ നടക്കുന്നത്, കിച്ചുവിനെ കൊണ്ട് നടക്കുന്നത്? ഇന്ന് യൂട്യൂബ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് കിച്ചുവിൻ്റെ ശബ്ദമായിട്ട് മാറുന്നുണ്ട്, അവന് വേണ്ടി സംസാരിക്കുന്നുണ്ട്. പക്ഷേ അച്ഛൻ അറിയുമോ എന്ന് എനിക്കറിയില്ല. 10 മാസങ്ങൾക്ക് മുൻപ് അച്ഛൻ്റെ ഭാഗത്ത് ശരിയുണ്ടായിരുന്നു. ഒരു സ്ത്രീ വന്ന് ഒരു വൈദികനെ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ ചിത്രീകരിച്ചപ്പോൾ അച്ഛൻ ഇപ്പോൾ പറയുന്ന ഇതേ യൂട്യൂബേഴ്സ് ഒന്നടങ്കം ആ സ്ത്രീയെ വിമർശിച്ചു. സ്വാഭാവികമായിട്ടും അത് അച്ഛന് സപ്പോർട്ടായിട്ട് മാറും, അല്ലേ? ശരിയല്ലേ? അന്ന് അച്ഛന് യൂട്യൂബർമാർ നല്ലവരായിരുന്നു, ഇന്ന് യൂട്യൂബർമാർ അച്ഛന് കൊള്ളരുതാത്തവരായി. കാരണം എന്താ? ഇന്ന് യൂട്യൂബർമാർ സംസാരിക്കുന്നത് അച്ഛൻ്റെ തെറ്റുകൾക്കെതിരെയാണ്. അച്ഛൻ ഇന്ന് സംസാരിക്കുന്ന തെറ്റുകൾക്കെതിരെയാണ്. അച്ഛന് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ അച്ഛൻ ഇന്ന് സംസാരിക്കുന്നത് ശരിയാണെന്നുള്ളത്? അച്ഛൻ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട്, ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടി വരല്ലേ അച്ഛനെതിരെ ചിന്തിക്കാറുണ്ട്. കാരണം കുറച്ച് നാളെങ്കിലും നിങ്ങളെ എൻ്റെ സഹോദരനായിട്ട് ഞാൻ കണ്ടുപോയിരുന്നു. നിങ്ങൾ പറഞ്ഞൊരു വാക്ക്, ദേവൻ്റെ സഹോദരന് തുല്യമാണ്, എൻ്റെ മരണം വരെ ഞാൻ അങ്ങനെ കാണുള്ളൂ എന്ന് പറഞ്ഞൊരു വാക്ക്. അച്ഛനത് മറന്നുപോയി കാണും, പക്ഷെ ഞാനത് മറക്കില്ല. അതുകൊണ്ട് ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടി വരല്ലേ. ഒരു യൂട്യൂബർമാരും കിച്ചു പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഓരോരുത്തരുടെയും മനസാക്ഷിക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുന്നു മാത്രം. ഇന്ന് അച്ഛൻ തെറ്റാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അച്ഛന് മനസ്സിലാവില്ല. തെറ്റ് ചെയ്യുന്നവർക്ക് അറിയില്ല അവർ തെറ്റാണെന്നുള്ളത്. ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യും. രേഷ്മാ പി തങ്കച്ചനെ സപ്പോർട്ട് അവർക്ക് വേണ്ടി സംസാരിക്കണമെന്നോ അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും ആരും പറയുന്നില്ല. എല്ലാവരും പറയുന്നത് അച്ഛൻ പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. അച്ഛൻ അവരുടെ വീട്ടിൽ പോയിട്ട് കൊല്ലം സുധിയുടെ ചരമവാർഷികത്തിന് പ്രാർത്ഥിക്കാൻ പോയി. ആരെങ്കിലും അച്ഛനെ മോശം പറഞ്ഞോ? ആരെങ്കിലും അച്ഛനെ ക്രൂശിച്ചോ? തെറ്റു പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. അതിനുശേഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പല പ്രാവശ്യം അവിടെ പോയി എന്ന് പറഞ്ഞു. ആരെങ്കിലും അച്ഛനെ ക്രൂശിച്ചോ? അച്ഛനെ തെറ്റു പറഞ്ഞോ? ഒന്നും ചെയ്തിട്ടില്ല. എപ്പോഴാണ് സോഷ്യൽ മീഡിയ അച്ഛനെതിരെ തിരിഞ്ഞത്? അച്ഛൻ കിച്ചുവിനെതിരെ സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ്. അതിൻ്റെ യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇന്നലെയും അച്ഛൻ കൊടുത്ത ഇൻ്റർവ്യൂവിനകത്ത് കിച്ചുവിനെ കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. പക്ഷേ അച്ഛൻ അതിനകത്ത് പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്. കിച്ചുവിൻ്റെ ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, വേറൊന്നും എനിക്കറിയത്തില്ല, ബാക്കിയെല്ലാം പറയണമെങ്കിൽ അവരുടെ വീട്ടുകാർ പറയും. എന്താണ് അച്ഛൻ ഇത്ര വലിയ അപരാധം? നാട്ടിലെ കുട്ടികൾ തെറ്റ് ചെയ്താൽ, അത് ഏത് മതത്തിലോ ഏത് ജാതിയിലുള്ള കുട്ടികളായിക്കോട്ടെ, തെറ്റ് ചെയ്താൽ അത് പുറത്ത് അവരോട് ക്ഷമിക്കേണ്ടത് ആ നാട്ടിലൊരു വൈദികൻ്റെ കടമ കൂടിയാണ്. ആ കടമ മറന്നുകൊണ്ട് അച്ഛൻ ഒരു കുഞ്ഞാടിനെ ചേർത്ത് പിടിക്കുമ്പോൾ അടുത്ത കുഞ്ഞാടിനെ ചവിട്ടിക്കളയാണ്. അതല്ല അച്ഛൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ഛനിപ്പോൾ പോകുന്നത് തെറ്റിൻ്റെ പാതയിലൂടെയാണെന്ന്. ശരിക്കും സഹതാപം തോന്നുന്നുണ്ട്. അച്ഛൻ ആ സ്ത്രീയെ ചേർത്ത് പിടിച്ചോളൂ, പക്ഷേ ഇവനെ വെറുതെ വിടാനേ പറയുന്നുള്ളൂ. കഴിഞ്ഞ മുന്നത്തെ ഡിസംബറിൽ കിച്ചുവും കിച്ചുവിൻ്റെ കൂട്ടുകാരും കൂടി മദ്യപിച്ചിട്ട് ബൈക്ക് ഓടിച്ചു പോയി. കിച്ചു കൊല്ലത്താണെന്ന് ഓർക്കണം. കൊല്ലത്തുന്നവൻ കോട്ടയത്തെ വീട്ടിൽ വന്നിട്ട്, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരി വീട്ടിൽ വന്നിട്ട് ഫ്രണ്ട്സുമായിട്ട് കറങ്ങാൻ പോയി. അന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് പിടിച്ചു. വണ്ടി പോലീസ് സ്റ്റേഷനിൽ വെച്ചു. എന്നിട്ട് ഇവരെ എഴുതി വിടിയിച്ചു. അച്ഛൻ തന്നെ പറയുന്നുണ്ട്, അവൻ നടന്നാണ് വീട്ടിലേക്ക് വന്നതെന്ന്. എന്തുകൊണ്ടാണ് അച്ഛൻ അങ്ങനെ നടക്കേണ്ടി വന്നവന്? അവൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ടുണ്ടാവില്ലേ? വീട്ടുകാർ പോകാത്തതുകൊണ്ടല്ലേ അവൻ ഒറ്റയ്ക്ക് വരേണ്ടി വന്നത്? പിറ്റേ ദിവസം രാവിലെ വീട്ടുകാർ ചെന്നു, ഫൈൻ അടയ്ക്കാൻ വേണ്ടി കോടതിയിലേക്ക് എഴുതി കൊടുത്തു. കോടതി കൊണ്ടുപോയി ഫൈൻ അടച്ചു. ഒരു ദിവസം അവിടെ നിൽക്കേണ്ടി വന്നു. ഇത് കോടതി റൂളാണ്. ഈ കോടതിയിൽ പോയി ഫൈൻ അടയ്ക്കേണ്ടി വരുമ്പോൾ കോടതി സമയം കഴിയുന്നവരോട് പിടിച്ച് നിർത്തും. സ്വാഭാവികം. അച്ഛൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്, നമുക്കതൊക്കെ കേൾക്കാം. നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് വരാം. ഇൻ്റർവ്യൂ വന്നേക്കുന്നത് ബിഹൈൻഡ് ദ സീൻ എന്ന് പറയുന്നൊരു ചാനലിലാണ്. നമ്മുടെ മൈ വേ ബൈ കല്യാണിയുടെ വിഷയം വന്നപ്പോഴേക്കും ഡോക്ടറോട് ആദ്യം സംസാരിച്ച ആദർശ് എന്നാണ് തോന്നുന്നു പേര്. അപ്പോൾ ആദർശാണ് അച്ഛൻ്റെ അടുത്ത് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ ആദർശിനോടാണ് അച്ഛൻ ഈ കാര്യം സംസാരിച്ചത്. ഞാൻ വേറെ ഒരു വിഷയം എടുക്കുന്നില്ല. ഏകദേശം 26 മിനിറ്റോളമുള്ള ഇൻ്റർവ്യൂ ആണ്. അതിനകത്ത് രേഷ്മാ പി തങ്കച്ചൻ്റെ കാര്യം പറയുന്നുണ്ട്, വളരെ കുറച്ച് ഭാഗം മാത്രം. അതൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാരണം എൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ് രേഷ്മാ പി തങ്കച്ചനല്ല. ഞാൻ അവരെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇവിടെ കിച്ചുവിനെതിരെ അച്ഛൻ സംസാരിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. അച്ഛൻ പറയുന്നുണ്ട് ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതേ നാവുകൊണ്ട് അച്ഛൻ പറയുന്നുണ്ട് എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. എന്താണ് അച്ഛൻ ഒരു നാവിൽ 2 സംസാരം? എനിക്കത് മനസ്സിലാവുന്നില്ല. ഒരിക്കൽ പറയുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ എനിക്കത് വന്ന് പറയാൻ പറ്റില്ല. അതേ അച്ഛൻ പറയുന്നു എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതെന്തായിരിക്കും? അത് എത്ര ആലോചന എനിക്ക് മനസ്സിലാവില്ല, എന്താ അച്ഛൻ അങ്ങനെ സംസാരിക്കുന്നതെന്ന്. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്കകത്ത് അച്ഛൻ ഭയങ്കര ഹൈപ്പർ ആവുന്നുണ്ട്. എന്തിനാണ്? സോഷ്യൽ മീഡിയയ്ക്ക് അച്ഛനോട് യാതൊരു വൈരാഗ്യവും ഇല്ല, പക്ഷേ അച്ഛൻ ഈ ചെയ്യുന്ന തെറ്റാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊന്ന് നിർത്തൂ പ്ലീസ്. ഇതിനകത്ത് ഞാൻ അച്ഛൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം വയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ രാജ് ടോക്സ് രാജേട്ടൻ്റെ ചാനലിനകത്ത് ഒരു തൃശ്ശൂരിൽ നിന്നൊരു സ്ത്രീ അച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അവരോട് പോലും അച്ഛൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ കേൾക്കണം.
എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ അത് കേൾക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കിച്ചു ചെയ്ത മഹാപരാധം. കണ്ടു നോക്കാം. എന്ന രീതിയിൽ ഞാൻ അവരെ ചേർത്ത് നിർത്താൻ ആഗ്രഹിച്ചു. അത് ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, തുടർന്നും ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താ വെച്ചോ, ഒരാളെ മാത്രമേ ചേർത്ത് നിർത്തുള്ളൂ. അവരുടെ മകനെന്ന് പറയുന്ന ആ കുട്ടിയെ അച്ഛൻ എന്താ ചേർത്ത് നിർത്താത്തത്? അവനെ എന്തിനാ സോഷ്യൽ മീഡിയയ്ക്ക് വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുന്നത്? അച്ഛൻ ഒരു കുഞ്ഞാട് മാത്രം മതിയോ? മറ്റേ കുഞ്ഞാട് വേണ്ടേ? ആ ന്യായം കൊള്ളാട്ടോ. ബാക്കിയേക്ക്. അതിലിപ്പം രണ്ടാമത്തെ ചോദ്യം സോഷ്യൽ മീഡിയയിൽ വരുന്നത്, അതായത് കമന്റ് ബോക്സിലാട്ട് അല്ലെങ്കിൽ വേറെ ഇന്റർവ്യൂസിലാട്ട് ആൾക്കാർ ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താന്ന് വെച്ചാൽ, കിച്ചുവിനെ ഫാദർ ആദ്യം ചേർത്ത് നിർത്തി. അതായത് ഫാദർ കുറെ സപ്പോർട്ട് ചെയ്തു, അവരുടെ രണ്ട് പിള്ളേരെയും കുറെ സപ്പോർട്ട് ചെയ്തു, പിന്നെ പ്രോപ്പർട്ടി ത്രൂ അവരെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ട്, കംപ്ലീറ്റ് അതായത് ഒരു ചാഞ്ചാട്ടം എന്ന് പറയുന്ന പോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പോയേക്കുന്നത് ഫുൾ രേണുസുതിയുടെ സൈഡിലോട്ടാണ്. കിച്ചുവിനെ പറ്റി കുറെ അലിഗേഷൻസ് ഫാദർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ത്രെട്ടൻ പോലെയാണ് ആൾക്കാർ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഫാദർ കിച്ചുവിനെ ത്രെട്ടൻ ചെയ്യുവാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതിനെപ്പറ്റി ഫാദർ സത്യാവസ്ഥ എന്താണെന്ന് എനിക്ക് പറയാൻ അവസരം തന്നത് നന്നായിട്ടുണ്ട്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, അദ്ദേഹം കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകനാണെന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. അതെ. അപ്പോൾ ഈ കൊല്ലം സുധി മരിച്ച ശേഷം കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുകയും വളരെയധികം കാണുകയും ചെയ്യുന്ന ഒരു വലിയ മാധ്യമ പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ. അദ്ദേഹമാണ് എന്നോട് ആവശ്യപ്പെട്ടത്, ഈ കൊല്ലം സുധിയുടെ ആകസ്മികമായിട്ടുള്ള ഈ അപകട മരണത്തിന് ശേഷമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾക്ക് താമസിക്കുവാനായിട്ട് സ്വന്തമായിട്ട് ഒരു വീടോ സ്ഥലമോ ഇല്ല. അവരൊരു പൊങ്ങന്താനം എന്ന്, കോട്ടയം ജില്ലയിൽ പൊങ്ങന്താനം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോളനിയുടെ അടുത്ത് ഒരു വാടക ഒരു മുറി വീട്ടിൽ കഴിയുകയാണ്. അപ്പോൾ ഞാൻ എന്റെ ദേശത്തുള്ള നിരവധി സാധുക്കളായിട്ടുള്ള ഒരു സെന്റ് സ്ഥലം പോലും ഇല്ലാത്ത, തല ചായ്ക്കാൻ വീടില്ലാത്ത ഒരു 10 കുടുംബത്തിന് വീട് വെക്കുവാനായിട്ട് ആ സമയത്ത് സ്ഥലം കൊടുത്തു. ആ വിവരം ആ ശ്രീകണ്ഠൻ റിപ്പോർട്ട് ചെയ്തിരുന്ന അദ്ദേഹത്തിന്റെ വാർത്താ ചാനലുകളിലൂടെ. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ആകസ്മികമായിട്ട് ഈ കൊല്ലം സുധിയുടെ വാഹന അപകടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഈ മരണം സംഭവിച്ചത്. അപ്പോഴാണ് ആ ശ്രീകണ്ഠൻ നായർ സാർ എന്നെ വന്ന് കാണുകയും എന്റെ താമസ സ്ഥലത്തേക്ക് വരികയും എന്നോട് ഈ കാര്യം ആവശ്യപ്പെടുക ചെയ്ത്, ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തണമെന്ന്. അങ്ങനെ കൊല്ലം സുധിയുടെ 2 മക്കളുടെ പേരിൽ 7 സെന്റ് സ്ഥലം എന്റെ കുടുംബ സ്വത്തിൽ നിന്ന് തുല്യാവകാശമായി, അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്യുക, തുല്യാവകാശമായിട്ട് രാഹുൽ ദാസിനും രാഹുൽ ദാസിന്റെ അനുജൻ ഋതുൽ ദാസിനും തുല്യാവകാശമായി ഞാൻ എഴുതി കൊടുത്തിട്ടുള്ള സന്തോഷത്തോടു കൂടെ. അതൊരു നല്ല കാര്യമാണ് അച്ചോ, അതൊരു നല്ല കാര്യമാണ്. അച്ഛൻ ചെയ്ത ഒരു പുണ്യ പ്രവൃത്തിയായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഇന്നും കാണുന്നുള്ളൂ. കമന്റ് ബോക്സിലാണെങ്കിലും ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ 2-3 ദിവസം മുൻപ് വരെ അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വാർത്തകൾ യൂട്യൂബിൽ വന്നിട്ടുണ്ടോ? ആരെങ്കിലും അച്ഛനെക്കുറിച്ച് അനാവശ്യം സംസാരിച്ചിട്ടുണ്ടോ? ആരെങ്കിലും അച്ഛനെ വിമർശിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒന്നും ഉണ്ടായിട്ടില്ല. അച്ഛൻ ചെയ്തത് നല്ല കാര്യമാണ്. ആ നല്ല കാര്യം ചെയ്ത അച്ഛനെ എന്തിനാണ് ഈ സ്ത്രീ ഇങ്ങനെ കുറ്റം പറയുന്നത്, പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്നത് എന്ന് തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയിപ്പിച്ച സോഷ്യൽ മീഡിയയെ കൊണ്ട് ഇപ്പോൾ മാറ്റി പറയിപ്പിച്ചത് ആരാണ്? കിച്ചുവാണോ? അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ? ആരുമല്ല, അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ നാവിൽ നിന്ന് കിച്ചുവിനെതിരെ വന്ന വാക്കുകൾ. അച്ഛനും അമ്മയില്ലാത്തൊരു പയ്യൻ, ഇന്ന് അവൻ അച്ഛനും അമ്മയുമില്ല അല്ലേ? ഇന്ന് അവനെ ചേർത്ത് പിടിക്കുന്നത് അവൻ്റെ അച്ഛമ്മയാണ്, അച്ഛൻ്റെ അമ്മയാണ്. എന്തുകൊണ്ടാണ് ഈ രേഷ്മ പി തങ്കച്ചൻ അവൻ്റെ അച്ഛമ്മയോട് മിണ്ടാത്തത്, സംസാരിക്കാത്തത്, അല്ലെങ്കിൽ അവർ തിരിച്ചു മിണ്ടാത്തത്? കൊല്ലം വരെ വന്നിട്ട് പോലും അവർ ആ വീട്ടിലേക്ക് പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? ഇതൊന്ന് ചിന്തിച്ചൂടെ? ഇവിടെ ശരി ആരാണെച്ചോ? രണ്ടുപേർ തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അവരെ വിളിച്ചിരുത്തി സംസാരിച്ച് ആ പ്രശ്നം സോൾവ് ചെയ്യേണ്ട ഒരു മനുഷ്യൻ ഈ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാൻ വേണ്ടി വീണ്ടും 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 സോഷ്യൽ മീഡിയയിലേക്ക് വിളിച്ചു പറയുന്നു. ശരിയാണെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരിക്കും അവരൊന്നും പറയുന്നത്. പക്ഷേ അതിൽ കൂടുതൽ ആ മുഖം വികൃതമായിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി ദയവ് ചെയ്ത് ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് നിർത്താൻ പറ്റിയാൽ അച്ഛൻ്റെ മുഖം അച്ഛൻ ഇനിയും രക്ഷിക്കാം. അതല്ല, അച്ഛൻ പറയുവാണ് നിങ്ങൾ എന്നെ വലിച്ചു കീറിക്കോളൂ എന്ന് പറയുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന് കിച്ചുവിൻ്റെ ഭാഗത്താണ് ശരിയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുന്ന എല്ലാ വ്ളോഗേഴ്സും കിച്ചുവിന് വേണ്ടി സംസാരിക്കുന്നത്. അവൻ്റെ ഭാഗത്ത് ഒരു ചെറിയ ശരിയെങ്കിലും ഉള്ളതുകൊണ്ട്. കാരണം അവൻ അവൻ്റെ ജോലി നോക്കി ആരെയും ഉപദ്രവിക്കാതെ അവൻ്റെ വഴിക്ക് ജീവിക്കുകയാണ്. അവൻ ഇങ്ങോട്ട് വന്ന് ഒന്നിനും വന്നിട്ടില്ല, ആരുടെ അടുത്തേക്ക് വന്നിട്ടില്ല. അവനോട് സംസാരിക്കുമ്പോൾ അവൻ ചോദിക്കുന്ന ചോദ്യം, അച്ഛൻ എന്തിനാണ് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്, ഞാൻ അച്ഛനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നാണ് ചോദിക്കുന്നത്. അവൻ കരഞ്ഞോട് ചോദിക്കുകയാണ്. വല്ലാത്ത സങ്കടമുണ്ട് കേൾക്കുമ്പോൾ, വല്ലാത്ത സങ്കടമുണ്ട്. അവൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി പറയേണ്ടി വരും ഓരോരുത്തരും. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ ഓർത്തു വെച്ചോ, അച്ഛൻ ഒരാളായിരിക്കും അതിന് ഉത്തരവാദി, ഒരു സംശയം വേണ്ട. ഇപ്പോൾ അവനെ സോഷ്യൽ മീഡിയയിലിട്ട് വലിച്ചു കയറാൻ ശ്രമിക്കുന്നത് അച്ഛനാണ്. 2 ഇൻ്റർവ്യൂ അച്ഛൻ കൊടുത്തു. ഈ 2 ഇൻ്റർവ്യൂവിലും അച്ഛൻ പറഞ്ഞത് ഒരേ കാര്യമാണ്. അത് പറയാനാണെങ്കിൽ അച്ഛൻ എന്തിനായിരുന്നു 2 ഇൻ്റർവ്യൂ? അവൻ്റെ മദ്യപാനം അല്ലെങ്കിൽ അവൻ്റെ ഈ കേസ്, പോലീസ് കേസ്, അത് അവൻ തന്നെ വന്ന് പറഞ്ഞ കാര്യമല്ലേ? അതിന് അച്ഛൻ എന്തിനായിരുന്നു 2 ഇൻ്റർവ്യൂ? അത് അച്ഛൻ്റെ ഇഷ്ടം, ഞാൻ അതിനൊന്നും പറയുന്നില്ല. പക്ഷേ അതിലൂടെ നിങ്ങൾ വേദനിപ്പിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മനസ്സ്. അവൻ ജീവിക്കുന്ന വീട്ടിലും 2 പെൺകുട്ടികളുണ്ട്. അവൻ ആ കുട്ടികളുടെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. എന്താണ് നീ ചെയ്ത തെറ്റ്, ഇത്രയും വലിയ മഹാപരാധം എന്താണ് എന്നാണ് അവർ പോലും അവനോട് ചോദിക്കുന്നത്. ആ പെൺകുട്ടികളുടെ മുഖത്ത് എങ്ങനെയാണ് അവൻ നോക്കുന്നത്? അവന് സമൂഹത്തിൽ ഇറങ്ങി നടക്കണ്ടേ? അവൻ ചെറുപ്പകാലത്ത് അറിയാതെ ചെയ്തു പോയ തെറ്റുകളായിരിക്കും. ഇനി എന്ത് വലുതായിക്കോട്ടെ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്, അവൻ്റെ പാരന്റിങ്ങിൻ്റെ കുഴപ്പമാണത്. ടീനേജ് പ്രായത്തിൽ ഒരു കുട്ടി വഴിതെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് അവൻ്റെ രക്ഷകർത്താക്കളുടെ മിസ്റ്റേക്കാണ്. 20 വയസ്സിന് ശേഷം അവൻ വഴിതെറ്റി പോവുകയാണെങ്കിൽ അതിൽ അവൻ്റെയും കൂടി പങ്ക് ചെറുതല്ല. പക്ഷേ ഇവിടെ കിച്ചു ഇപ്പോൾ മാന്യമായിട്ട് അവൻ്റെ ജോലി ചെയ്ത് ആരെയും ഉപദ്രവിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അവിടെ നിങ്ങൾ പിന്നെ അവനെ വലിച്ചിടുകയാണെങ്കിൽ, അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അന്ന് നിങ്ങൾ ഇരുന്ന് കരയേണ്ടി വരും. ഞാൻ കാരണമാണല്ലോ ആ കുഞ്ഞിന് സംഭവിച്ചെന്ന് ഓർത്തിട്ട്. അങ്ങനെ സംഭവിക്കരുത്. അച്ഛൻ്റെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ അച്ഛൻ ഓരോ മീഡിയകളോടും ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ അച്ഛൻ ഓർക്കണം, നിങ്ങൾ വേദനിപ്പിക്കുന്ന ആ കുഞ്ഞിൻ്റെ മനസ്സ്. അച്ഛൻ്റെ മകനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ അച്ഛൻ ഇങ്ങനെ അവനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുമോ? എനിക്കറിയില്ല എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ നിൽക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു. ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആണ് പുള്ളി.
ഭയങ്കര ഹൈപ്പറായിട്ടാണ് സംസാരിക്കുന്നത്. അച്ഛൻ്റെ ആരുമല്ലാത്ത ഒരാളുടെ കാര്യം അച്ഛൻ എന്തിനാണ് ഇത്ര ഹൈപ്പറായിട്ട് സംസാരിക്കുന്നത്? നമുക്ക് ബാക്കി കേൾക്കാം. ഇപ്പോഴും അത് പറയുന്ന സന്തോഷത്തോടു കൂടെയാണ്. ഞാൻ ഒരിക്കലും അതിനെ എതിർത്തിട്ടോ ആ കാര്യങ്ങളെ പറ്റി ഒന്നും സങ്കടപ്പെടുകയോ ചെയ്യുന്നില്ല. ഞാൻ എതിർത്ത കാര്യം എന്തുള്ളൂ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ അവൻ 23 വയസ്സ് പ്രായമുണ്ട്. ഇവരുടെ ഫാമിലിയിൽ എന്തൊക്കെയോ ഇഷ്യൂസ് നടക്കുന്നുണ്ട്. അത് വളരെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേങ്കിൽ അവർ താമസിച്ചുകൊണ്ടിരുന്ന മേഖല ഇവിടെ അടുത്താണ്, ഞങ്ങളുടെ അടുത്താണ് ഇവരുടെ ഈ പൊങ്ങന്താനൊക്കെയുള്ള സ്ഥലങ്ങൾ. ദേശനിവാസികളായിട്ടുള്ള പ്രിയപ്പെട്ട പല അയൽവാസികളും ഈ രാഹുൽ ദാസിനെ പറ്റിയുള്ള പല കാര്യങ്ങളും ഈ വസ്തു ഞാൻ എഴുതി കൊടുത്തതിന് ശേഷമായിട്ട് നടന്ന പല സംഭവങ്ങളും എന്നോട് വന്ന് പറഞ്ഞിരുന്നു. അച്ചോ, അച്ഛനെക്കുറിച്ച് പല ആൾക്കാരും പല കാര്യങ്ങളും ഞങ്ങളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കുന്നത് ശരിയാണോ? ഞങ്ങൾ അതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് വേണോ വേണ്ടയോ? ഞങ്ങൾക്കത് ബോധ്യപ്പെടണ്ടേ? അച്ഛൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമല്ലേ ഞങ്ങൾക്കൊന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അച്ഛൻ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസാരിക്കുന്നത്? ദേശവാസികൾ പലതും എന്നോട് വന്ന് പറഞ്ഞു. അച്ഛന് നാണമുണ്ടോ? നിങ്ങളൊരു പുരോഹിതനല്ലേ? ഞാൻ ആവർത്തിച്ച് പറയുവാണ്, നിങ്ങൾ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തതിന് യാതൊരു തെറ്റുമില്ല. ചെയ്തോളൂ, അവരെ സപ്പോർട്ട് ചെയ്യുക തന്നെ വേണം. കാരണം വീട് കിടക്കുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യുക തന്നെയാണ്, അതൊരു വൈദികന്റെ കടമയാണ്. പക്ഷേ മറ്റൊരു സൈഡിൽ ഏതൊക്കെയോ ആൾക്കാർ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അത് വിശ്വസിച്ച് ഒരു 23 വയസ്സുകാരനെ ഇങ്ങനെ പിച്ച് കീറാൻ അച്ഛന് നാണം തോന്നില്ലേ? ഷെയിം ഓൺ യു മാൻ, ഷെയിം ഓൺ യു. ഞാൻ എപ്പോഴും ആ കാര്യങ്ങൾ അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. കാരണം അത് മനുഷ്യർ എന്തെങ്കിലും പറയുന്നതാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം അത് പബ്ലിക്കിനോട് പറയേണ്ട ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല, ഒരിക്കലും വന്നിട്ടില്ല. ഇപ്പോഴെന്താണ് വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രേണുസുതിക്ക് സുഖമില്ലാതെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. ഞാൻ അറിഞ്ഞ കാര്യമാണ്, പൊതുസമൂഹത്തോട് പറഞ്ഞു. ആ സമയത്ത് രേണുസുതിയുടെ മുൻകാല ജീവിതത്തിൽ പല വീഴ്ചകളും കുറവുകളൊക്കെ വന്നിട്ടുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയാൻ പറ്റുമോ? അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയോ പോരായ്മകൾ വന്നു പോയിട്ടുണ്ട്. പക്ഷേ ആ പോരായ്മകളൊക്കെ നമ്മൾ ഒരാൾ സുഖമില്ലാതിരിക്കുമ്പോൾ അവരെ നമ്മൾ എന്താ പറയാ കല്ലെടുത്തെറിയുന്ന ഒരു അനുഭവം ആകാൻ പാടില്ല. അവർ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോഴാണെങ്കിൽ അവരോട് വന്ന് വീട്ടിൽ വന്ന് സംസാരിച്ചത് നമുക്ക് സോൾവ് ചെയ്യാം. ഓ, അപ്പോൾ സുഖമില്ലാതായി കഴിഞ്ഞാൽ അവരെ കല്ലെറിയാൻ പാടില്ല. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ കല്ലെറിയാം, അല്ലേ? കിച്ചുവിന് ആരോഗ്യമുണ്ട്, അതുകൊണ്ട് അവൻ കല്ലെറിയുന്നു. അതാണോ പറഞ്ഞതിനർത്ഥം? സുഖമില്ലാതായി കഴിഞ്ഞാൽ അവർ നമ്മൾ ചേർത്ത് പിടിക്കണം. അവർ മുൻകാലങ്ങളിൽ ചെയ്ത എന്ത് തെറ്റാണെങ്കിലും അത് നമുക്ക് ക്ഷമിക്കാം, പ്രശ്നമില്ല. ഇവിടെ ആരോഗ്യമുണ്ടെങ്കിൽ അവൻ മുൻകാലങ്ങളിൽ ചെയ്ത ചെറിയ ചെറിയ തെറ്റുകളെ വലിയ തെറ്റുകളാക്കി മഹാപരാധമാക്കി പബ്ലിക്കിൽ ഇട്ട് കൊടുക്കണം. നല്ല ന്യായീകരണം. പറ. ഒരു മകനും അമ്മയും തമ്മിലുള്ള ബന്ധം പോലെ അവർക്ക് രണ്ടു കൂട്ടർക്കും പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇവർ രണ്ടു കൂട്ടരും അത് പറയാതെ രണ്ടു കൂട്ടരും സോഷ്യൽ മീഡിയയിലൂടെ എന്ത് ചെയ്തു? ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുഞ്ഞുങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാരണത്താൽ അനവധി പേരുടെ ചോദ്യങ്ങൾ എന്റെ നേരെ വരികയുണ്ടായി. ദേശനിവാസികളായിട്ടുള്ള അയൽവാസികളായിട്ടുള്ളവർ. കാരണം ഇവരുടെ വീട്ടിൽ പല ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ ഇന്റേണൽ കാര്യങ്ങൾ, അത് ഫാമിലി കാര്യം അവരാണ് പറയേണ്ടത്. പക്ഷെ ഞാൻ അറിഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങൾ ഞാനത് പബ്ലിക്കിനോട് പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എന്നെ ടാർഗറ്റ് ചെയ്ത് കണ്ടന്റ് ആക്കി സമൂഹത്തിൽ എന്നെ വലിച്ചു കീറുന്ന സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ നിർബന്ധിതമാവുകയാണ്. അച്ചോ, അത് ശരിയല്ലല്ലോ അച്ചോ. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്. ഇന്ന് വരെ, കഴിഞ്ഞ 3 ദിവസം മുൻപ് വരെ, അതായത് അച്ഛൻ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ ചാനലിൽ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയം വരെ ആരെങ്കിലും അച്ഛനെ കണ്ടന്റ് ആക്കിയിട്ടുണ്ടോ? ആരെങ്കിലും അച്ഛനെ വലിച്ചു കയറിയിട്ടുണ്ടോ? അതിനകത്തും അച്ഛൻ പറഞ്ഞ ചില പോയിന്റുകൾ മാത്രമാണ് ആൾക്കാർ ചൂണ്ടിക്കാണിച്ചത്. അതിന് മുൻപ് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളും ആ ഇന്റർവ്യൂ പറഞ്ഞ കാര്യങ്ങളും തമ്മിൽ അജഗജാന്തരം വ്യത്യാസം വന്നപ്പോഴാണ്, അതായത് നിലപാടില്ലായ്മ വന്നപ്പോഴാണ് ആളുകൾ അച്ഛനെതിരെ തിരിഞ്ഞു തുടങ്ങിയത്, അച്ഛനെതിരെ സംസാരിച്ചു തുടങ്ങിയത്. കാരണം അച്ഛൻ പറഞ്ഞത് തെറ്റാണ്. രേഷ്മ പി തങ്കച്ചനെ സപ്പോർട്ട് ചെയ്തതല്ല തെറ്റ്, അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞതല്ല തെറ്റ്. അത് പറഞ്ഞ നാവ് കൊണ്ട് ഒരു കുഞ്ഞാടിനെ ചേർത്ത് പിടിക്കണം, കുഞ്ഞാടുകളെ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞ അതേ നാവ് കൊണ്ട് ഒരു കുഞ്ഞാടിനെ ചവിട്ടി തെറിപ്പിച്ചു. അതിനെയാണ് ആൾക്കാർ എതിർത്ത് സംസാരിച്ചത്, അല്ലേ അച്ചോ? ഒരു സമൂഹം ഒന്നടങ്കം, അച്ഛൻ പറഞ്ഞു, അച്ഛൻ്റെ ദേശവാസികൾ അച്ഛനോട് പറഞ്ഞു. പക്ഷേ ഇവിടെ ഒരു സമൂഹം ഒന്നടങ്കം, യൂട്യൂബർമാർ മാത്രമല്ല, കമൻറ്റ് ബോക്സിൽ ഒരുപാട് അമ്മമാർ, എൻ്റെ വീഡിയോ കാണുന്ന ഒരുപാട് അമ്മമാർ അച്ഛനെ എതിർത്ത് സംസാരിച്ചു. എന്തുകൊണ്ടാണ്? അവർക്ക് മക്കളോടുള്ള സ്നേഹം കൊണ്ട്, അവർ ആ മകൻ അത്രമാത്രം സ്നേഹിക്കുന്നതുകൊണ്ട്. അവൻ ചെയ്ത എല്ലാ തെറ്റുകളും, അതിന് എത്ര വലുതോ ചെറുതോ ആയിക്കോട്ടെ, ആ തെറ്റുകളെല്ലാം അവർ പൊറുത്തതുകൊണ്ട്. പക്ഷെ ഒരു വൈദികനായ നിങ്ങൾക്കത് പൊറുക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ശരിക്കും ദൈവത്തിൻ്റെ മക്കൾ ആരാച്ചോ? നിങ്ങൾ വൈദികന്മാരാണോ അതോ സാധാരണ ജനങ്ങളാണോ? എനിക്ക് മനസ്സിലാവാത്തത് ഞാൻ ചോദിക്കുകയാണ്. ഒരു കുഞ്ഞ് അവൻ്റെ ചെറുപ്രായത്തിൽ ചെയ്ത തെറ്റുകളെ പൊറുക്കാൻ കഴിയുന്ന ഈ അമ്മമാരാണോ ദൈവത്തിൻ്റെ മക്കൾ, അതോ അവനെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വൈദികനായ അച്ഛനാണോ ദൈവത്തിൻ്റെ മകൻ? അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു കുഞ്ഞാടിനെ അച്ഛൻ ചേർത്ത് പിടിക്കുമ്പോൾ മറ്റേ കുഞ്ഞാടിനെ അച്ഛൻ ചവിട്ടി അരയ്ക്കുകയാണ്. അതിനിപ്പോൾ അല്പപ്രാണൻ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ആ കുഞ്ഞാടിന് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലാണ്ട് അച്ഛനോടുള്ള ദേഷ്യം കൊണ്ടല്ല, അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള ദേഷ്യമാണ്. യൂട്യൂബർമാർക്ക് ആരോടും ദേഷ്യമില്ല, ആരോടും വ്യക്തിവൈരാഗ്യമില്ല. ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ, ഓരോരുത്തരും സംസാരിക്കുന്ന വാക്കുകൾ, അത് മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങളുടെയൊക്കെ നിലപാടില്ലായ്മകൾ അത് മാത്രമേ പറയുന്നുള്ളൂ. പണ്ട് അച്ഛന് വേണ്ടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ സ്ത്രീ അച്ഛൻ അത്രമാത്രം അധിക്ഷേപിച്ചിട്ടാണ്. ഓരോ ദിവസം രാവിലെ ആ സ്ത്രീ സംസാരിക്കുന്ന ഇന്റർവ്യൂകൾ, വീഡിയോകൾ ഒക്കെ യൂട്യൂബർമാർക്ക് അയച്ചു കൊടുത്തത് ആരാണ്? അതുപോലെ കേസിന്റെ നോട്ടീസ് ആരാ അയച്ചു കൊടുത്തത്? അവരുടെ അഡ്വക്കേറ്റ് ആരാണെന്ന് യൂട്യൂബർമാർ എങ്ങനെ അറിഞ്ഞത്? ഇതൊക്കെ ആരിലൂടെ അറിയുന്നത്? അപ്പോൾ അന്ന് യൂട്യൂബർമാർ അച്ഛന് നല്ലവരായിരുന്നു, ഇന്ന് യൂട്യൂബർമാർ അച്ഛൻ കൊള്ളരുതാത്തവരായി. എന്തുകൊണ്ടായിരിക്കും? അച്ഛൻ ഇന്ന് സഞ്ചരിക്കുന്നത് തെറ്റായ വഴിയിലൂടെ ആയതുകൊണ്ട്, അച്ഛൻ ഇന്ന് സംസാരിക്കുന്നത് തെറ്റുകൾ മാത്രമായതുകൊണ്ട്. മനസ്സിലായില്ലേ? ഇത് അച്ഛൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു, അച്ഛൻ തിരിച്ചറിയുന്നൊരു ദിവസം വരും. അച്ഛൻ ഈ ഫ്രസ്ട്രേഷനൊക്കെ ഒന്ന് മാറി
കുറച്ച് ദിവസം സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് ഒന്ന് ആലോചിക്കും. അപ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ സംസാരിക്കുന്നത് ശരിയാണോ തെറ്റാണോ. അച്ഛനിപ്പോൾ ദൈവത്തിൻ്റെ പാതയിലൂടെ അല്ല പോകുന്നത്, എനിക്കങ്ങനെ തോന്നുന്നത്. അച്ഛനിപ്പോൾ സാത്താൻ്റെ പാതയിലൂടെ പോകുന്നത്. സീരിയസ്ലി എനിക്കങ്ങനെ തോന്നുന്നത്. സാത്താൻ സംസാരിക്കുന്ന അച്ഛനിലൂടെ സാത്താൻ സംസാരിക്കുകയാണ്. കാരണം അച്ഛൻ പറയുന്നത് തെറ്റുകളാണ്. ബാക്കിയൊക്കെ അതിന്റെ പ്രധാന കാര്യം രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് ഞാൻ 2 പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒന്ന് വസ്തു കൊടുക്കുന്ന സമയത്ത്, പിന്നെ എപ്പോഴോ ഒരു പ്രാവശ്യം അവർ വീട്ടിൽ ചടങ്ങ് എന്തോ നടക്കും, ഹൗസ് വാമിംഗ് ചടങ്ങിന് കണ്ടു. അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ, 2 ടൈംസേ കണ്ടിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഈ ചെറുപ്പക്കാരൻ, ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന കിച്ചു, നിരവധി കാര്യങ്ങളിൽ പല രീതിയിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. പല പ്രയാസങ്ങളുണ്ടെന്ന് ഉണ്ടാക്കുന്നുണ്ടെന്ന് കേൾക്കുന്നതെല്ലാം ശരിയാണോ വെച്ചോ? കേൾക്കുന്നതെല്ലാം ശരിയാണോ? ചിലതൊക്കെ നമുക്ക് ശരിയാണെന്ന് വാദിക്കാം. പക്ഷെ നമ്മൾ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും. അപ്പോൾ ആരെങ്കിലുമൊക്കെ പറയുന്ന വാക്ക് കേട്ടാണോ അച്ഛൻ പ്രവർത്തിക്കുന്നത്? ഒരു വൈദികൻ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ഞങ്ങളൊക്കെ ഞങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവുകൾ വെച്ചാൽ സംസാരിക്കുന്നത്, അല്ലാണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇത് ആരോ വന്ന് എന്തോ പറഞ്ഞു. എനിക്ക് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, സഹതാപം തോന്നുന്നു ഈ മനുഷ്യനോട്. സഹതാപം. ലോകത്ത് ഒരു വൈദികന്മാരും ഇതുപോലെ ആവാതിരിക്കട്ടെ. ബാക്കി ഒരാളെ ഹെൽപ്പ് ചെയ്ത് അത് അവിടെ കൊണ്ട് കഴിഞ്ഞു പോയല്ലോ, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഞാൻ ഈ കഴിഞ്ഞ 2024 ക്രിസ്മസിന് ഈ രാഹുൽ ദാസും ഇദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും എന്റെ വീടിനോട് ചേർന്നുള്ള വീടാണല്ലോ കൊടുത്തിരിക്കുന്ന വസ്തു. അവിടെ ഇവർ വരികയും ക്രിസ്മസ് സമയത്ത് ഇവരെ സെലിബ്രേഷൻസിൽ പോകുന്ന സമയത്ത് ഇവരെ പോലീസ് പിടിക്കുവാനിടയായി. രാത്രിയിൽ മാന്താനം എന്ന സ്ഥലത്ത് വെച്ചാണ് പോലീസ് പിടിച്ചിരിക്കുന്നത്. പോലീസ് പിടിച്ച് ബൈക്ക് കൊണ്ടുപോയി. തൃക്കൊടുത്താനം പോലീസ് ബൈക്ക് പിടിച്ചുകൊണ്ട് പോയി. കൊണ്ടുപോയ ശേഷം രാത്രിയിൽ ഈ പയ്യൻ അവിടെ നിന്ന് നടന്ന് ഇവർ വീട്ടിലേക്ക് വരികയുണ്ടായി. വന്നു കഴിഞ്ഞപ്പോൾ പോലീസ് ഇവരുടെ വീട്ടിൽ ബന്ധപ്പെട്ടതിന്റെ കൂടെ എന്നെ പോലീസ് ബന്ധപ്പെടുവാനിടയായിട്ടുണ്ട്. പല കാര്യങ്ങൾ ഈ പയ്യനെ പറ്റി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോഴ് ഈ ബൈക്ക് പിടിച്ചുകൊണ്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വെച്ചു. ഈ പയ്യനെ കൊണ്ട് എഴുതി വെപ്പിച്ചു കാര്യങ്ങൾ, ഇനി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാക്കും. പക്ഷേ ഞാൻ പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെ രാഹുൽ ദാസ് പോയിട്ട് ഈ ബൈക്ക് തിരിച്ചെടുത്തിട്ടില്ല. എന്താ കാരണം? ആ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ പോലീസിന്റെ അടുത്ത് പോയി അത് എടുത്തുകൊണ്ട് പോകാൻ ഉത്തരവാദിത്തം അവനുള്ളതാണ്. അവനത് എടുക്കുവാനായിട്ട് അവിടെ മടങ്ങി ചെല്ലുന്നില്ല. എന്താണെന്നുള്ള കാര്യം തൃക്കൊടുത്താനം പോലീസുമായിട്ട് ബന്ധപ്പെടട്ടെ. എന്തായാലും കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണല്ലോ എനിക്ക് അഗൻസ്റ്റ് ആയിട്ട് പറയുന്നത്. തൃക്കൊടുത്താനം പോലീസ് സ്റ്റേഷനുമായിട്ട് രാഹുൽ ദാസ് ഓടിച്ച വാഹനം എന്തുകൊണ്ട് പോലീസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള കാര്യം ഈ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള എന്നെ എതിരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഞാൻ പറഞ്ഞു. പല കാര്യങ്ങൾ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഒരെണ്ണം ഇപ്പൊ പറയുന്നുള്ളൂ, ഒറ്റ കാര്യം ഇപ്പൊ പറഞ്ഞുള്ളൂ. ഈ 3 സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു നിർത്തുന്നു. ഇവരവിടെ ചെല്ലുന്നു. ഇവർ പോലീസിന്റെ മുമ്പിൽ എഴുതി വെക്കുന്നു. കോടതികളിൽ അവർക്ക് വേണ്ട പേയ്മെന്റുകളൊക്കെ കോടതി ഫൈൻ കെട്ടി വെക്കുന്നു. ഈ വാഹനം അവിടെ ഇരിക്കുന്നു. ഇതുവരെ ഈ ബൈക്ക് അവർ എടുത്തുകൊണ്ട് പോകാൻ ഇപ്പോൾ 2 വർഷമായി. ഇന്ന് വരെ ബൈക്ക് എടുത്തുകൊണ്ട് പോകാൻ രാഹുൽ ദാസ് അതിനുവേണ്ടി മുൻകൈ എടുക്കുന്നില്ല. എന്തുകൊണ്ട് അച്ഛൻ അന്വേഷിച്ചോ? എന്തുകൊണ്ടാണ് കിച്ചു ആ ബൈക്ക് എടുക്കാൻ പോകാത്തത്? ഞാൻ കുറച്ച് നാൾ മുൻപ്, അതായത് നമ്മുടെ രേഷ്മ പി തങ്കച്ചൻ കിച്ചുവിന് ബൈക്ക് വാങ്ങിച്ചു കൊടുത്തൊരു കഥ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കുറച്ച് കാലമായത്. ആ സമയത്ത് ഏകദേശം ഒരു 68,000 രൂപയുടെയൊക്കെ കണക്ക് പറയുന്നുണ്ടായിരുന്നു ബൈക്കിൻ്റെ എമൗണ്ട്. സുധി മരിച്ച് 2 മാസം കഴിഞ്ഞപ്പോൾ ആ സമയത്ത് ഞാൻ കിച്ചുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കിച്ചുവിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, കിച്ചു മോനെ നിനക്കൊരു ബൈക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ആ ചേട്ടാ ബൈക്ക് ഉണ്ട്. ആ ബൈക്ക് ആരുടെ പേരിലാണ്? അത് രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അതെന്താ രമ്യ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ പേരിലാണ് വണ്ടി? അല്ല, അത് ആ സമയത്ത് അങ്ങനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ വണ്ടി ഇപ്പോൾ എവിടെയുണ്ട്? അത് വീട്ടിൽ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ വണ്ടി അവൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഈ പറയുന്ന വണ്ടി ആരുടെ ആയിരിക്കും വെച്ചോ? അച്ഛൻ അന്വേഷിച്ചോ? അത് ആ വണ്ടി അവിടെ യൂസ് ചെയ്യാതിരിക്കുകയാണ്, എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് എൻ്റെ പിസ്റ്റൺ എന്തോ പോയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുകയാണെന്നാണ് അവൻ അന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞല്ല കേട്ടോ, ഇന്നലെ പറഞ്ഞല്ല കേട്ടോ, ഈ ആഴ്ച ഒന്നും പറഞ്ഞല്ല കേട്ടോ. അന്ന് ഈ വിഷയവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സമയത്ത് ഞാൻ വിളിച്ചപ്പോഴാണ്. അന്ന് അവൻ പറഞ്ഞു ആ വണ്ടിയുടെ പിസ്റ്റൺ കംപ്ലൈൻ്റ് ആയിട്ട് ആ വീട്ടിലിരിക്കുകയാണ്, കൊല്ലത്ത് വീട്ടിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ പോലീസ് പിടിച്ച വണ്ടി ആരുടെ ആയിരിക്കും വെച്ചോ? കിച്ചനൊരു ബൈക്കല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. 2024 ഡിസംബർ മാസം ക്രിസ്മസ് രാത്രി കിച്ചു കൊല്ലത്ത് നിന്ന് നേരെ കോട്ടയത്ത് വരുന്നു. ഫ്രണ്ട്സുമായിട്ട് കറങ്ങുന്നു. ആ സമയത്ത് അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ സമ്മതിക്കുന്ന കാര്യമാണ്. അവൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരന് ഉറക്കം വന്നതുകൊണ്ട്, രാത്രി ഒരുപാട് ലേറ്റായി, കൂട്ടുകാരന് ഉറക്കം വന്നതുകൊണ്ട്, ആ കൂട്ടുകാരൻ്റെ ബൈക്കായിരുന്നു അത്, ബൈക്കിൻ്റെ ഓണറായ കൂട്ടുകാരൻ ഉറക്കം വന്നതുകൊണ്ട് കിച്ചുവാണ് ആ ബൈക്ക് ഓടിച്ചത്. വീട്ടിലേക്ക് വരുന്ന വഴി പോലീസ് കൈ കാണിച്ചു. ഇവർ വണ്ടി നിർത്തി. പോലീസ് വണ്ടിക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട്, ആ വണ്ടിക്ക് ഡോക്യുമെൻറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഇവരെ വണ്ടിയുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയതിന് ശേഷം എഴുതി വെപ്പിച്ചിട്ട് വിട്ടു. പിറ്റേ ദിവസം രാവിലെ വരണമെന്ന് പറഞ്ഞിട്ട്. പിറ്റേ ദിവസം രാവിലെയാണ് ഇവരെന്ത് ചെയ്യുന്നത്? വീട്ടുകാരുമായിട്ട് അവിടെ ചെല്ലുന്നതും അവിടെ ഫൈൻ എഴുതി കൊടുക്കുന്നതും. നേരെ കോടതിയിൽ കൊണ്ട് ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. നമ്മുടെ കോടതിയിലെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. കോടതിയിൽ ഫൈൻ അടയ്ക്കാൻ വരുമ്പോൾ ഒരു ദിവസം മുഴുവൻ അവിടെ നിർത്തിക്കും. ഫൈൻ കെട്ടിച്ചിട്ട് ഒരു ദിവസം മുഴുവൻ നിർത്തി കോടതി സമയം കഴിയുന്നവർ നിൽക്കാൻ പറയും. അങ്ങനെ കോടതി സമയം കഴിഞ്ഞ് അവർ തിരിച്ചു വരികയും ചെയ്തു. ഇതാണ് സംഭവിച്ചത്. ഇതാണ് അച്ഛൻ പറയുന്ന മഹാ അപരാധം, കിച്ചു ചെയ്ത മഹാ അപരാധം. ഓക്കെ, അച്ഛൻ ഇതുവരെയും ആ വണ്ടി ആരുടെയാണെന്ന് അന്വേഷിച്ചിട്ടില്ല. ഡോക്യുമെന്റ്സ് ഇല്ലാത്ത വണ്ടി എങ്ങനെയാച്ചോ പോലീസ് വിട്ടുകൊടുക്കുന്നത്? കിച്ചുവിൻ്റെ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ കിച്ചുവിന് എങ്ങനെയാച്ചോ പോയി എടുക്കാൻ പറ്റുന്നത്? കിച്ചുവിൻ്റെ വണ്ടിയല്ല, കിച്ചുവിൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയാണ്. കിച്ചുവിൻ്റെ വണ്ടി, അതായത് രേണുവിൻ്റെ ചേച്ചി രമ്യയുടെ ഭർത്താവ് ലിബുവിൻ്റെ പേരിലുള്ള വണ്ടി കിച്ചുവിൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, പിസ്റ്റൺ പോയിട്ട്. അപ്പോൾ ഈ വണ്ടി അവൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടി. കൂട്ടുകാരൻ്റെ വണ്ടി എങ്ങനെയാച്ചോ അവൻ പോയി എടുക്കുന്നത്? അതും ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലാത്ത വണ്ടി. ഒരു കാര്യം അച്ഛൻ പറയുമ്പോൾ ഒരു വൈദികൻ എന്ന നിലയ്ക്ക്, ഒരു സാധാരണക്കാരനല്ല ഇത് പറയുന്നത്. അച്ഛൻ ഒന്നും അന്വേഷിക്കാതെ ആരൊക്കെയോ പറഞ്ഞു കേട്ട് അറിവ് വെച്ചിട്ടാണ് അച്ഛൻ ഈ സംസാരിക്കുന്നത്, അല്ലേ? അവിടെയാണ് ഞാൻ പറഞ്ഞത് അച്ഛനൊരു തെറ്റാണെന്ന് പറഞ്ഞത്. 100-110% ഇപ്പോൾ അച്ഛനൊരു തെറ്റാണ്. തെറ്റിലൂടെയാണ് അച്ഛൻ സഞ്ചരിക്കുന്നത്. ഒരു നാവ് കൊണ്ട് സുവിശേഷം പറയുമ്പോഴും മറുനാവ് കൊണ്ട് ഒരു കുഞ്ഞിനെ അച്ഛൻ വലിച്ചിടാൻ ശ്രമിക്കുകയാണ്. നിർത്തിക്കൂടെ അച്ഛോ, നിർത്തിക്കൂടെ? ബാക്കിയേക്കാം. അതൊരു ചോദ്യമാണല്ലോ. ഞാൻ അവന് പ്രോപ്പർട്ടി എഴുതി കൊടുത്ത കാരണത്താൽ തൊട്ടടുത്ത വീടാണ് പോലീസ് എന്നെ മേൽ അന്വേഷണം വെച്ചു, എന്നോട് കാര്യങ്ങൾ ചോദിച്ചു, ഞാൻ എന്താ ആൻസർ കൊടുക്കണം?
എനിക്ക് എന്തറിയാൻ പറ്റും അതിനെപ്പറ്റി? അപ്പോഴാണ് സമൂഹത്തിൽ അയൽവാസികളായിട്ടുള്ള പല പ്രിയപ്പെട്ട പല കാര്യങ്ങൾ എന്നോട് പറയുവാനിടയായി. അപ്പോഴാണ് അതിന് ഭീകരമായ സാഹചര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് പറഞ്ഞില്ല. പക്ഷേ ബിഷപ്പ് എന്തോ തെറ്റ് ചെയ്തു, ബിഷപ്പ് എന്തോ കോർണർ ചെയ്തു. എന്തിന്? ഞാൻ എന്തിന് കോർണർ ചെയ്യണം? ഞാനൊരു അനാഥമായിട്ടുള്ള അനുഭവത്തിൽ കടന്നുപോയ ഒരു കുട്ടീനെ ചേർത്ത് നിർത്തിയതാണോ ഞാൻ ചെയ്ത തെറ്റ്? ആ കുട്ടിക്ക് പേരൻസ് ഇല്ല, അമ്മ മരിച്ചുപോയി, അച്ഛൻ മരിച്ചുപോയി, ഇളയ കുട്ടിക്ക് അമ്മയുണ്ട്, അച്ഛനില്ല. ആ 2 കുഞ്ഞുങ്ങളെ ബഹുമാനപ്പെട്ട ആർ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് ആവശ്യപ്പെട്ട പ്രകാരം 5 സെന്റ് സ്ഥലം ചോദിച്ചപ്പോൾ 7 സെന്റ് സ്ഥലം 2 കുഞ്ഞുങ്ങളുടെ പേരിൽ തുല്യമായി എഴുതി കൊടുത്ത ഞാൻ എന്ത് കോർണർ ചെയ്യണം? ഒരിക്കലും കോർണർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയുന്നവരെ ക്രൂശിക്കുന്ന ഒരു സാഹചര്യം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇടുകയാണെങ്കിൽ ഇനിയും പല കാര്യങ്ങൾ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയേണ്ടതായിട്ട് വരും. നിങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറയേണ്ടതായിട്ട് വരും. എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ രാഹുൽ ദാസിനെ. നല്ല കാര്യമല്ലേ? അതിനെന്താ കുഴപ്പം? അപ്പോൾ അതാണോ പ്രശ്നം? ബിഗ് ബോസിൽ സെലക്ട് ചെയ്തതാണോ പ്രശ്നം? സെലക്ട് ചെയ്തോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവൻ്റെ പേരെന്തോ അവിടെ ഉണ്ടെന്ന് കേട്ടു, പക്ഷെ അവനെ സെലക്ട് ചെയ്തായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ പേര് വന്നപ്പോൾ തന്നെ ഇത്രയും പേടിക്കണമെങ്കിൽ അവനെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം പേടിക്കും അപ്പോൾ? എൻ്റെ പൊന്നോ, 2 കുട്ടികളെ ചേർത്ത് പിടിച്ചു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇന്ന് എന്താ അച്ഛൻ അത് ചേർത്ത് പിടിക്കാൻ പറ്റാത്തത്? തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും, പറയുമെന്ന് പറയുന്നുണ്ട്. എന്തേ തെറ്റ് കണ്ടപ്പോൾ പറഞ്ഞില്ല? കഴിഞ്ഞ 2-2.5 വർഷം തെറ്റ് ചെയ്ത ആ സ്ത്രീയോട് എന്തേ പറഞ്ഞില്ല? ആ സമയത്ത് ഘോരം വന്നിട്ട് ഹൈപ്പറായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നല്ലോ അവർക്കെതിരായിട്ട്, അല്ലേ? എന്തേ അന്ന് പറഞ്ഞില്ല? അപ്പോൾ വേണ്ട, ഞാൻ പറയുന്നില്ല, ബാക്കിയേക്കും. അതിനുള്ള കഴിവുണ്ട്, അതിനുള്ള എബിലിറ്റി ഉണ്ട്, പോട്ടെ. ഞാൻ എന്തിന് കോർണർ ചെയ്യണം? പക്ഷേ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കും. ഞാൻ ഒരു വാണിംഗ് അന്ന് കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്ത് എന്നോട് പോലീസ് എൻക്വയറി ചെയ്തു. ബിഷപ്പ് എന്തെങ്കിലും കാര്യങ്ങൾ ബിഷപ്പിന് അറിയാമെങ്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോഴാണ് സാർ പറയുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്, എനിക്ക് അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അറിയുന്നില്ല അന്നേരം പറഞ്ഞു. പക്ഷേ ഞങ്ങളുടെ സ്ഥലവാസികളായിട്ടുള്ള അയൽവാസികൾ അവരറിഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ തെളിവ് സഹിതം എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? എന്നെ കേൾക്കുന്ന വ്യൂവേഴ്സ് പറ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തെറ്റിനെ സപ്പോർട്ട് ചെയ്യണോ? ഞാൻ അതുകൊണ്ട് ഒരു വാണിംഗ് പോലെ പറഞ്ഞു, ഇനിയും ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. തൃക്കുടാനം സ്റ്റേഷനിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഇനിയും ഉണ്ടാവുകയില്ല എന്ന് എഴുതി കൊടുത്തിട്ട് അവിടെ അവൻ എഴുതി കൊടുത്തില്ലേ? അതിനുശേഷം അവൻ എന്തെങ്കിലും ചെയ്തോ? നിങ്ങളുടെ പറമ്പിൽ വന്ന് അവൻ അനാവശ്യം കാണിച്ചോ? അലമ്പ് കാണിച്ചോ? അച്ഛൻ തന്നെയല്ലേ കുറച്ച് മുമ്പ് പറഞ്ഞത് അവൻ്റെ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളതെന്ന്? അവൻ പക്ഷേ അവിടെ അതിനുശേഷം വന്നിട്ടുണ്ടല്ലോ. അവൻ എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടാക്കിയോ? അവരെ ഋതപ്പനെ കാണാൻ വേണ്ടി വന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഋതപ്പനെ കാണാനല്ലാതെ അവൻ എന്തെങ്കിലും അവിടെ വന്നിട്ടുണ്ടോ? അതല്ലേ അവൻ ചെയ്തിട്ടുള്ളൂ. അച്ഛൻ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പം നാട്ടുകാർ പറയുന്നത് മാത്രം വിശ്വസിച്ചാണോ അച്ഛൻ സംസാരിക്കുന്നത്? വളരെ മോശം വെച്ചോ, വളരെ മോശം. പറയാതിരിക്കാൻ വയ്യ, വളരെ മോശം. നമുക്കിനി അച്ഛനോട് ഒരു അമ്മ എന്ന് തന്നെ പറയാം, കാരണം അവരെയാണ് അമ്മ എന്ന് പറയേണ്ടത്. ആ മകൻ്റെ വേദന മനസ്സിലാക്കിയിട്ട് അവരച്ഛനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ട് നോക്കാം. ഹലോ, യെസ്, ഇത് അച്ഛന്റെ നമ്പറായിരുന്നു. ഹലോ, ഇത് ഇത് ആരാ ഇത്? മറ്റേ അച്ഛനല്ലേ? ആരാ ഇത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ, അച്ഛോ, എനിക്ക് അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. ആരാ സംസാരിക്കുന്നത്? എനിക്ക് ആളിനെ മനസ്സിലായില്ലല്ലോ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വിളിക്കുന്നത്. ആഹാ, എന്റെ പേര് പ്രിയ എന്നാണ്. ഉവാ ഉവാ. അച്ഛോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആരാ? എനിക്ക് ആളിനെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ അച്ഛന്റെ നമ്പർ കിട്ടിയിട്ട് അച്ഛനെ വിളിച്ചതാ. ആ, എനിക്ക് മനസ്സിലായില്ല. എവിടുന്ന വിളിക്കുന്നത്? എന്താ വിളിക്കുന്ന കാര്യം? തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. ഉവാ. അപ്പൊ അച്ഛൻ എന്നെ അറിയത്തില്ല, ഞാൻ അച്ഛനെ വിളിച്ചെന്നേ ഉള്ളൂ. ഓ, എന്തായിരുന്നു മാറ്റർ? അച്ഛോ, അച്ഛനൊക്കെ ഞങ്ങൾ ബഹുമാനിക്കുന്ന ആൾക്കാരായിരുന്നു. എന്ത് പറ്റി ഇപ്പൊ? ഞാൻ എന്ത് ബഹുമാനത്തിന്? ഞാൻ ഒരു കാര്യവും ആരോടും ഒരു കാര്യവും ഞാൻ ചെയ്യുന്ന ആളല്ലല്ലോ. ബഹുമാനം കുറയ്ക്കത്തെ പോലെ. അച്ഛോ, ഇപ്പോഴും ബഹുമാനമുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ബഹുമാനം ഉള്ളത് കൊണ്ടാണ് അച്ഛനെ ഒന്ന് വിളിച്ച് ചോദിക്കുന്നത്. ചോദിച്ചോളൂ. അച്ഛോ, എന്തിനാ അച്ഛോ? പാവല്ലേ കൊച്ച്, അങ്ങനെ പറയാൻ പാടുണ്ടോ? ആര് പാവല്ലേ? കിച്ചുവിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ രാഹുൽ ദാസിനെ പറ്റി മോശമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ നിൽക്കാനൊക്കാത്ത പോലെ പറയേണ്ടി വരും. പക്ഷെ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. പറയിപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ എന്നെ കൊണ്ട്. അച്ഛോ, ഇനി ആ കൊച്ചായി 11 വയസ്സ് തൊട്ട് 20 വയസ്സ്, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ ചെയ്ത തെറ്റ് നമ്മള് തിരുത്തി കൊടുക്കേണ്ട ഒരാളല്ലേ? ഇപ്പൊ ഞാൻ ചോദിച്ചത് ആ കുട്ടി ചെയ്ത തെറ്റ് എന്താണെന്നുള്ളത്. എനിക്ക് ഒരാളുടെ തെറ്റിനെ പറ്റിയല്ല ഞാൻ അവിടെ പറയാനിടയായത്. ഇവിടെ വന്ന് ഇപ്പൊ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്ന എൻക്വയറികൾക്ക് എനിക്ക് ഉത്തരം കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തുവാണ് സിസ്റ്ററോട് എനിക്ക് ഫോണിൽ കൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോ? പോലീസ് എന്നോട് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെച്ചേക്കുന്ന കാര്യങ്ങൾ എനിക്ക് പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളുണ്ട് സിസ്റ്ററെ. ആയിക്കോട്ടെ അച്ഛോ, ആയിക്കോട്ടെ. ഇനി എന്ത് തെറ്റ് ചെയ്താലും, ഇനി എന്ത് തെറ്റും ആയിക്കോട്ടെ, നമ്മളത് അച്ഛൻ വിളിച്ച് സംസാരിച്ച് അവന്. എനിക്ക് അതിന്റെ ഫോൺ നമ്പർ അറിയത്തില്ല. നമ്മളങ്ങനെ വിളിക്കാൻ നമ്മളങ്ങനെ, കാരണം അച്ഛനും ഒരു അമ്മയില്ലാത്ത ഒരു കൊച്ച്. ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിച്ചിട്ടുള്ളത് നിങ്ങളെപ്പോലെ അച്ഛന്മാരും അതേപോലെ മദറും ആ ഒരു
ഇതുള്ളവര് നമ്മളെ ഒരു അനാഥയെ പോലുള്ള കൊച്ചുങ്ങളെ അത്രയും കെയറിങ്ങിൽ നോക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ രണ്ടുപേരെയും ഇവരുടെ ശ്രീകണ്ഠൻ നായർ സാർ എന്നോട് പറഞ്ഞ് കേട്ടിട്ട് ഞാൻ അവർക്ക് രണ്ടുപേർക്കും ജീവിക്കാനുള്ള വഴി കാണിച്ചു കൊടുത്തൊരു മനുഷ്യനാണ്. പക്ഷെങ്കിൽ എനിക്ക് സിസ്റ്ററെ എവിടെ നിന്ന് പോലും അറിയത്തില്ല, ഒരു പരിചയമില്ലാത്തൊരു ഒരാൾ എന്നെ വിളിക്കുമ്പോൾ എനിക്ക് പറയാൻ എത്രയേ ഉള്ളൂ. ഇല്ല, അച്ഛാ എനിക്കത് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വിളിച്ചത്. അച്ഛാ എനിക്ക് അത് അറിയാൻ വേണ്ടിയിട്ടല്ല, ഞാൻ അച്ഛനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവനെ കുറിച്ച് അറിയണ്ട. ഞാനൊരു അമ്മയാണ്. ഞാൻ എന്റെ സ്ഥാനത്ത് എന്റെ മോൻ ഒരു തെറ്റ് ചെയ്താൽ ഞാൻ അത് തിരുത്താൻ നോക്കും. അല്ലെങ്കിൽ ഞാൻ അത് സിസ്റ്റർ ഇപ്പം ഒരമ്മയുടെ സ്ഥാനത്ത് പറയുവാണെങ്കിൽ എനിക്ക് സിസ്റ്ററോട് ഫോണിൽ കൂടെ പറയാനൊക്കാത്ത ചില വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അത് ഭയങ്കരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ അറിയാത്ത കാര്യങ്ങളായിരിക്കാം. പക്ഷേങ്കിൽ ഞാൻ തൊട്ടപ്പുറം ഇപ്പുറം താമസിക്കുന്ന വീട്ടിൽ ചില മേജർ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പോലീസ് എൻക്വയറി എന്നവരുടെ വീട്ടിൽ പല കാര്യങ്ങൾ സംഭവിച്ചത് എനിക്ക് പബ്ലിക്കിൽ പറയാൻ പറ്റത്തില്ല. ഒരു വൈദികൻ എന്ന രീതിയിൽ എനിക്ക് പറയാൻ എനിക്കത് അറിയാം. ഞാൻ അച്ഛനോട് അത് ചോദിക്കാനല്ല വിളിച്ചത്, അവൻ എന്താ ചെയ്തെന്ന് ചോദിക്കാനല്ല ഞാൻ വിളിച്ചത്. എനിക്ക് ആ പയ്യനോട് യാതൊരു പേഴ്സണൽ വൈരാഗ്യങ്ങളില്ല. ഞാൻ ഒറ്റ കാര്യം ആ കുഞ്ഞിനോട് പറഞ്ഞുള്ളൂ, നീ സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ലൊരു വിദ്യാഭ്യാസം ചെയ്ത് നല്ലൊരു ജോലി എടുത്ത് ജീവിക്കാൻ നോക്കണം, പ്രശ്നങ്ങളിൽ പെടരുത്. പ്രശ്നങ്ങളിൽ പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, രക്ഷിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പൊ അവന്റേതായ തൊഴിൽ നോക്കി ഞാൻ പറഞ്ഞ എത്രയോ മക്കൾ അമ്മയെ കൊല്ലുന്നു, അല്ലെങ്കിൽ ഓരോ കഞ്ചാവ് പിടിക്കുന്നു. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം ചെയ്ത് എന്തൊക്കെ പീഡന കേസുകൾ വിടുന്നു, എന്തൊക്കെ ചെയ്യുന്നു. എന്നിട്ട് അവര് ഒരു പയ്യൻ ആരെ പീഡിപ്പിച്ചത് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. കഞ്ചാവ് മോഷ്ടിച്ചെന്നോ കഞ്ചാവ് കൊണ്ടുപോയെന്നൊന്നും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പറയത്തുമില്ല, നമ്മൾ ചെയ്യാത്ത കാര്യത്തെ പറ്റി ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അച്ഛൻ പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നേ. പിന്നെ എങ്ങനെയാ സിസ്റ്റർ എന്നെ അല്ല, ഞാൻ പറയുന്നത് അങ്ങനെയുള്ള പിള്ളേരും നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഉണ്ട്. എന്നിട്ട് അവര് ജോലി പോലും ചെയ്യാണ്ട് വീട്ടുകാരുടെ ചെലവുമേ നടക്കുന്ന പിള്ളേരും ഉണ്ട്. എന്നിട്ട് അവന്റേതായ കാര്യം നോക്കി അവനൊരു ഒന്നും അല്ലെങ്കിൽ ഒരു അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കൊച്ചല്ലേ. അച്ഛൻ വിളിച്ച് കുട്ടീനോടുണ്ടല്ലോ, ആ ഒരു ദയവ് ആ കുട്ടീനോടുണ്ടല്ലോ. പക്ഷേങ്കില് അമ്മയും അച്ഛനും ഇല്ലാത്തൊരു കുട്ടി ഇപ്പം അവന്റെ വളർത്തമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വന്നിട്ടുണ്ടെന്നാണ് അവൻ പറയുന്നത് അല്ലേ. തെറ്റ് വന്നിട്ടുണ്ട്. ആ തെറ്റിനെ അവൻ പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് അവര് ക്യാൻസറിന് മെഡിസിൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം, അത് വൈറലാണ്. അത് അവനല്ല കൊണ്ടുവന്നത്, വേറെ യൂട്യൂബറാണ് അത് അതിന്റെ അകത്തുനിന്ന് എടുത്തിട്ട് അത് പുറത്തു കൊണ്ടുവന്നിട്ടത്. അത് കണ്ട കൊച്ചിന് വിഷമായി. അത് എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും എന്ന് വിചാരിച്ചാണ് ആ കൊച്ചു പോവാതിരുന്നത്. ആ കാര്യങ്ങളെ പറ്റി അവരുടെ ഫാമിലി ഇഷ്യൂ ആകുമ്പോ അവരാണ് അത് പുറത്ത് പറയേണ്ടത്. നോബിൾ ഫിലിപ്പ് എന്ന് പറഞ്ഞ ബിഷപ്പല്ല അതിനെപ്പറ്റി പറയേണ്ടത്. അവന് വിഷമമായ കാര്യങ്ങളിലും കൂടുതൽ വിഷമമായ കാര്യങ്ങൾ ഇവിടെ നാട്ടിൽ പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇവര് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പല കാര്യങ്ങളും ഫാമിലി ഇഷ്യൂ. അച്ഛൻ ചിലപ്പോ കണ്ടിട്ടുണ്ട്. അച്ഛനെ ഞാൻ കുറ്റം പറഞ്ഞ അച്ഛനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അച്ഛൻ അറിയാണ്ടാണ് സംസാരിക്കുന്നത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഒരു കാര്യത്തിന് അവരെ കുറ്റം പറയാനോ ഒരു കാര്യത്തിന് വന്ന് അവനെ എന്തെല്ലാം പറഞ്ഞിട്ട് പോലും ലാസ്റ്റ് വരെ അവൻ ഒന്നും പറയാണ്ട് ലാസ്റ്റ് ഒരു ചെറുക്കന്റെ വീഡിയോ എടുത്ത് എത്രയോ ആൾക്കാർ ചെയ്തിട്ട് പോലും അവൻ പ്രതികരിച്ചില്ല. ആ ഒരു ചെറുക്കൻ ചെയ്തത് ഒക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമെന്ന് സിസ്റ്റർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സിസ്റ്റർ ഒരു എന്തുവാ ഇപ്പൊ ലാസ്റ്റ് അച്ഛൻ പറഞ്ഞു വരുന്നത് എന്തോ രേണുവിനെ കയറി പിടിച്ചു എന്നാണോ പറയാൻ? ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യം എഴുതാപ്പുറം വായിക്കണ്ട, എഴുതാപ്പുറം വായിക്കുകയോ വേണ്ട. ഞാൻ പറയട്ടെ, ഇപ്പൊ ആ പെണ്ണുമ്പളെ ചെയ്തോണ്ടിരിക്കുന്ന കാര്യത്തില് അവരുടെ മോൻ കയറി പിടിച്ചില്ലെങ്കിലേ ഇനി ഒരു അത്ഭുതം ഉള്ളൂ. എനിക്കറിയത്തില്ല സിസ്റ്റർ, ഞാൻ കാണാത്ത കാര്യം എങ്ങനെ ഞാൻ പറയും? പിന്നെ എന്താണ് അവൻ ചെയ്തത്? അവൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തതെന്ന് അറിയുന്നില്ല. വീട്ടിൽ രേണുസുധിയുടെ വീട്ടിലോട്ട് ഫോൺ വിളിച്ച് ചോദിച്ചില്ല. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ പബ്ലിക്കിന്റെ മുമ്പിൽ എനിക്ക് പറയാൻ. അച്ഛനെ പോലെ ഒരാള് വന്നിട്ട് അച്ഛൻ ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്തു അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ അച്ഛന്റെ മുന്നിൽ ഞങ്ങൾ രണ്ടാളും ഒരുപോലെയാ. അച്ഛൻ വന്ന് ഞങ്ങളെ ഉപദേശിക്കണം, അച്ഛ ഇങ്ങനെ മക്കളെ ഇത് ചെയ്യരുത്. കുട്ടീന്റെ ഭാഗത്ത് വന്ന തെറ്റുകള് ഞാൻ എന്റെ മനസ്സിൽ 2 വർഷം കൊണ്ട് അറിഞ്ഞിട്ട് പോലും ഞാനത് മനസ്സിൽ വെച്ചപ്പം സോഷ്യൽ മീഡിയയിൽ ഇവൻ നിമിത്തം എന്നെ വലിച്ചു കയറാൻ അവന്റെ യൂട്യൂബേഴ്സ്, അവനെ സപ്പോർട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് അവന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ട് എന്നെ വലിച്ചു കയറാൻ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ട് അച്ഛനെ അവനൊന്നും വലിച്ചു കയറായിട്ട് ആരാണ് ഇതൊക്കെ നുണ പറഞ്ഞിരുന്നത്? ആര് അച്ഛൻ വന്നതിന് ശേഷം കാണുന്നില്ലേ? രേണുസുധിയുടെ മകൻ രാഹുൽ ദാസ് വിശുദ്ധനാണെന്നും ഞാൻ അവനെ ടാർഗറ്റ് ചെയ്തെന്തോ കോർണർ ചെയ്യുന്നെന്നും പറഞ്ഞ് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്ന ആരും കാണുന്നില്ല. അച്ഛന്റെ വീഡിയോ വന്നതിന് ശേഷം കൊണ്ട് അച്ഛനെ കുറിച്ച് സംസാരിച്ചു. അതുവരെ അച്ഛനെ കുറിച്ച് ആരും സംസാരിച്ചിട്ടില്ല. കാര്യങ്ങളല്ല ഇവരുടെ വീട്ടിൽ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടെന്നുള്ളത് പബ്ലിക്കിൽ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. ആ വാർത്ത വന്നതിന് ശേഷമാണ്
ഈ പോലീസ് കേസും കാര്യങ്ങളെല്ലാം ഇവിടെ വന്നേക്കുന്നത്. അപ്പൊ അത് പല കാര്യങ്ങളും പുറത്ത് പറയാനൊക്കാത്ത ചില കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് അച്ഛോ ഇനിയിപ്പോ അവന്റെ പേരിൽ ഇത്രയും വലിയ കേസുണ്ടെങ്കിൽ അവൻ പുറത്തിറങ്ങി നടക്കുവോ? അയ്യോ എനിക്കതിനെ പറ്റി അറിയത്തില്ല. അച്ഛൻ പല അറിയാ ഞാൻ പറയുന്ന എൻക്വയറീസ് ഉണ്ട്. അച്ഛൻ ഇത് കൂടുതൽ അച്ഛന് അറിയത്തില്ല, അതാണ് കാര്യം. അച്ഛൻ അപ്പൊ അറിയത്തില്ല. ഞാൻ വേറൊരു സ്ഥലത്താണ്, എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. ഞാൻ പോലീസ് എൻക്വയറിയും കാര്യങ്ങളും പോലീസ് എന്നെ വിളിച്ചിരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇതിനെപ്പറ്റി അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ ഞാൻ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അച്ഛോ ഞാൻ പറയട്ടെ അച്ഛോ ഇനി എന്തെങ്കിലും ആവട്ടെ അച്ഛോ, എന്ത് വേണം ചെയ്യട്ടെ, ഇനി ഒരു വാക്ക് അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. കാരണം എന്താ വെച്ചാൽ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവെന്ന് പറഞ്ഞാൽ ഞാനൊരു അമ്മ ആയതുകൊണ്ട് അങ്ങനെ ഒരു മോനെ ഇട്ട് കൊടുക്കരുത്. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ആ ഇന്റർവ്യൂ കണ്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാകും. എനിക്ക് പറയാനുള്ള വേർഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളു അച്ഛാ, അല്ലാണ്ട് അച്ഛനോട് ദേഷ്യം ഉണ്ടായിട്ട് ഞാൻ ഇതല്ല, ഇത് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. ഞാനൊരു അമ്മ ആയതുകൊണ്ട് ആ കൊച്ചു 10-40 വയസ്സായ കൊച്ചല്ലേ, 20 വയസ്സ്, അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് തിരുത്തേണ്ട ആൾക്കാരാ. നമ്പർ എടുത്ത് വിളിക്കാൻ കാണിച്ച മനസ്സിന് താങ്ക് യു. ഞാൻ തിരക്കിനിടയിലാണെങ്കിലും നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഓക്കെ ഒരിക്കലും ഓക്കെ താങ്ക് യു. പബ്ലിക്കിന് മുമ്പിൽ ഒരു മോശമായ രീതിയിൽ ആ കുട്ടീനെ പറയാൻ ഞാൻ അനുവദിക്കാതെ എന്റെ കാര്യങ്ങൾ വളരെ കെയർ ചെയ്താൽ മുമ്പോട്ട് എനിക്ക് വേണേ ഇന്ന് പബ്ലിക്ക് പല കാര്യങ്ങളും പറയാമായിരുന്നല്ലോ സിസ്റ്ററെ. അച്ഛാ ഞാനൊരു കാര്യം പറയട്ടെ, ആ കൊച്ചു ആ വീട്ടിലേക്ക് പോകുന്നില്ല, അനിയനെ കാണാൻ മാത്രമേ പോകുന്നുള്ളൂ. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല, ആരോടും ഒരു പ്രശ്നം ഉണ്ടാകും, എന്തോ ആയിക്കോട്ടെ. മഹാപാവം പറയണ്ടേ, പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ വീട്ടുകാർ പറയട്ടെ. എനിക്കൊരു പ്രശ്നമില്ല. അവര് തന്നെയാണ് അച്ഛാ ഈ വീട്ടിലുണ്ടാവുന്ന എല്ലാ കാര്യവും എടുത്തിട്ട് ഓരോരുത്തരുടെ കൈ കൊടുത്തു ഓരോന്ന് ഈ പബ്ലിസിറ്റി ആക്കുന്നത് അവര് തന്നെ. അച്ഛനത് അറിയാത്തതുകൊണ്ടായിരിക്കും. അച്ഛനെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. വിളിച്ചതിൽ സന്തോഷം. ഞങ്ങൾ ഇവിടെ ഒരു മീറ്റിംഗിന് തുടങ്ങുമായിരുന്നു. ശരി, ഓക്കെ. താങ്ക് യു. അപ്പോൾ അച്ഛൻ പലരും പറഞ്ഞു കേട്ട കാര്യങ്ങൾ വെച്ചിട്ടാണ് അച്ഛൻ സംസാരിക്കുന്നതെന്ന് മനസ്സിലായി. ഇന്ന് വരെയും കിച്ചുവിനെ വിളിച്ച് അച്ഛനൊന്നും സംസാരിച്ചിട്ടില്ല. അച്ഛൻ അതിന് പറയുന്ന ന്യായീകരണം കിച്ചുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല. ഇത് ബോധമില്ലാത്തവരോട് പറഞ്ഞാൽ ചിലപ്പോൾ അവർ വിശ്വസിക്കുമായിരിക്കും. ബോധമുള്ളവരോട് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിശ്വസിക്കാനായിട്ട്. ഒരു ആളുടെ നമ്പർ കിട്ടാൻ എന്ത് പാടാണ് അച്ഛോ, എന്ത് ബുദ്ധിമുട്ടാണ് അച്ഛോ. അച്ഛൻ അവനെ വിളിച്ചിട്ടില്ല, അവനോടൊന്നും സംസാരിച്ചിട്ടില്ല, ആ കുഞ്ഞിൻ്റെ മനസ്സൊന്ന് കാണാൻ തയ്യാറായിട്ടില്ല. അച്ഛൻ വൺ സൈഡ് ഇവരാരൊക്കെയോ പറയുന്നത് കേട്ടിട്ട്, എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അച്ഛൻ സോഷ്യൽ മീഡിയയിൽ അവനെ അങ്ങ് വലിച്ചു കിടാൻ വേണ്ടി ഇട്ട് കൊടുത്തു. ഇതാണ് സംഭവിച്ചത്. അതിൻ്റെ ഫലമാണ് അച്ഛൻ ഇന്ന് കേൾക്കുന്ന ഓരോ ആരോപണങ്ങളും. അല്ലാണ്ട് അവനൊന്നും പറഞ്ഞിട്ടില്ല, അവനൊന്നും ചെയ്തിട്ടില്ല. അച്ഛൻ്റെ നാവ് തന്നെയാണ് അച്ഛനെ ചതിക്കുന്നത്. ഇവിടെ അച്ഛൻ അറിയാതെ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എനിക്കങ്ങനെ അറിയാനാണ്. ആകെ 2 പ്രാവശ്യം കിച്ചുവിനെ കണ്ട അച്ഛൻ ആ വീട്ടിൽ എന്ത് പ്രശ്നം നടന്നു അച്ഛൻ അങ്ങനെ മനസ്സിലായി. പോലീസ് അച്ഛനെ വിളിച്ചത് എന്നാ? അച്ഛനെ വിളിച്ചത് പോലീസ് ഏത് കാലത്താണ് വിളിച്ചത്? അല്ല, അറിയാത്തവനെ ചോദിച്ചു പോവുകയാണ്. അച്ഛൻ ഈ ഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. അച്ഛൻ പറയുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? സഹതാപം മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. അച്ഛനോട് സഹതാപം മാത്രമേ തോന്നുള്ളൂ. ഒരു വൈദികൻ എങ്ങനെ ആവാൻ പാടില്ല എന്ന് താങ്കൾ പ്രൂവ് ചെയ്തു. ഒരു സാധാരണ ഈ അമ്മയോട് എനിക്ക് റെസ്പെക്ട് തോന്നുകയാണ്, ഈ വിളിച്ച അമ്മയോട്. അവർക്കുള്ള വകതിരിവ് പോലും നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ അച്ഛോ. വിഷമം തോന്നുകയാണ്. എൻ്റെ വീഡിയോ കാണുന്ന അമ്മമാരും അച്ഛന്മാരും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് കൊടുക്കാൻ പറ്റിയ ഹൈപ്പ് കൊടുക്കുക. ഒരു കാര്യം കൂടി അച്ഛോ, ഒരു വ്യക്തിവൈരാഗ്യവും ഇല്ല, ഒരു ദേഷ്യവും ഇല്ല. അച്ഛൻ പറയുന്നതിനുള്ള, അച്ഛൻ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതിനുള്ള മറുപടി മാത്രമാണ് തരുന്നത്. ആരും പറഞ്ഞിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ആരോടുമുള്ള ദേഷ്യം തീർക്കാനുമല്ല. ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സാക്ഷിയോടൊരു മനസ്സാക്ഷി കുത്തി തോന്നും. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.